നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 1 ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അത് ഫുള്ളും കിട്ടിയില്ല. ഒരു ചെറിയ ക്ലിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സ്റ്റോൺ വന്നിട്ട് സ്റ്റോണൊന്നും കൈവച്ച് മൈൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ഡേർട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഏതൊരു ബട്ടണും അങ്ങനത്തെ ആദ്യത്തെ ലോഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ. ഓക്കെ, പിന്നെ ഒരു ലോഗ് കിട്ടിയിട്ടുണ്ട്. ഒരു ലോഗും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് പൊട്ടിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ലോഗും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ലോഗിനെ പ്ലാങ്ക്സ് ആക്കുക. അതിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. അതിന് കുറച്ച് സ്റ്റിക്കാക്കുക. അതിന് പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കി പിന്നെ സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ട് അത് വെച്ചൊരു പിക്കാക്സോ ആക്സോ ഉണ്ടാക്കുക. ഒരു സ്റ്റോൺ കിട്ടി. 2 3 4 5 6 വുഡ് 6 ഇപ്പോൾ എടുക്കുക. എന്നിട്ടൊരു പിക്കാക്സ് പിന്നെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ആക്സ് ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് ആക്സ് വെച്ച് വുഡ് മുറിക്കാം. പിക്കാക്സ് ഓക്കെ. വുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സ് എടുക്കാം. പിന്നെ വുഡ് പിന്നെ ഇത് സ്വിച്ച് ചെയ്യാനേ പറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഇനി ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്നാവുമെന്നാണ് തോന്നണത്. അതിന് മുകളിൽ കയറിക്കാൻ പാടില്ലേ? ഭാഗ്യത്തിന് ഐറ്റംസ് ഒന്നും പോയിട്ടില്ല. പിന്നെ ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസ് ഷോർട്ടായിരിക്കും കേട്ടോ, കുഞ്ഞു വീഡിയോസ് ആയിരിക്കും. ഓക്കെ, കുറച്ചും കൂടി കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അയണൊന്നും ഇത് വരൂലേ? പിന്നെ അതിൻ്റെ ഒരു ഷെയ്ഡർ പാക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ജാക്ക് ഫ്രൂട്ട് അങ്ങനെ എന്താണ്ട് പറയണ, ജാക്ക് ഫ്രൂട്ട് ഷെയ്ഡർ അങ്ങനെ എന്താണ്ട് പറയണത് ഇതാണ്. അത് ഈ ഓർസൊക്കെ ഗ്ലോ ആകും. പിന്നെ രാത്രിയാകുമ്പോൾ ചെറിയൊരു അരോറ കൂട്ടൊക്കെ കാണും സ്കൈയിൽ. അങ്ങനെയാണ് അത് കണ്ടത്. രാത്രിയാകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കുറേ ആവണ്ടല്ലോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം. ലോഗ് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുറച്ചും കൂടി പ്ലാറ്റ്ഫോം സെറ്റാക്കാം. ഓക്കെ, നമുക്ക് പ്ലാറ്റ്ഫോം സെറ്റാക്കാം. അവിടെ നമുക്കൊരു വീട് വെക്കണം. വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ചെയ്യണം. ചെയ്തേക്കാം. ഓക്കെ, ഇനി അങ്ങോട്ട് 5 ബ്ലോക്ക് വെക്കാം. 2 3 4 5 നേരെ തിരിച്ചോ അവിടെ നിന്ന് വെക്കാം. 1 2 3 4 5 ഇനി അങ്ങോട്ട് ഒരു 10 ബ്ലോക്ക് ഇട്ടുക. 1 2 3 4 5 6 6 7
ഐസ് ബ്ലോക്കാണ്. പാർക്കോർ ചെയ്യാൻ നോക്കിയില്ല, നടന്നില്ല. നമുക്ക് കുറച്ചും കൂടി മൈൻഡ് ചെയ്യാം. അങ്ങനെ മൈൻഡ് ചെയ്യാം. ഓക്കെ, സ്റ്റോണല്ല ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ ഡേർട്ടാണ് വേണ്ട. ലോഗ് ഇത് ഓക്കല്ലാതെ വേറെ ഒന്നും ഇതിൽ കിട്ടൂലേ. ഇവിടെ എത്ര ബ്ലോക്കിന് ആവശ്യം വരും? 5 മിനിറ്റായി. നമുക്കെന്നാൽ ഡേർട്ട് വെക്കാം. 8 വന്നില്ല നേരത്തെ. അപ്പോൾ 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9. അങ്ങോട്ട് കുറച്ചും കൂടി വെക്കണമെന്ന്. ഓക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വിളിച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. പാർക്കോർ ഇത് നടക്കും. പാർക്കോർ പ്രോ. അത് ഞാൻ വെറുതെ കാണിച്ചതാണ്. പാർക്കോർ ചെയ്ത് നടന്ന സന്തോഷത്തിൽ ഒന്ന് ചാടിയതാണ്, വേറൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഡേർട്ടാണ് വേണ്ട. ഓക്കെ ശരി. കുറച്ചും കൂടി ഇത് ചെയ്യാം. ഞെട്ടിപ്പോയി. കേവ് ലെവൽ. ഇത് ഷീപ്പ്. പക്ഷെ ബെഡിന് ഷീപ്പ് ആവശ്യം വരും. എന്നിട്ടാണ് യു ഹാവ് അൺലോക്ക്ഡ് ഓൾ ലെവൽ. ഓൺ ദ റൈറ്റ് ഓഫ് ദി സ്ക്രീൻ ദർ ഈസ് എ മണി ബാർ. എന്നുള്ളത് മണി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇൻ യുവർ ഇൻവെൻ്ററി ദർ ഈസ് ഷോപ്പ് ഐറ്റം. അതെന്ത് കാണാനല്ലോ. ഷോപ്പ് ടു ബൈ സംതിങ്. എമറാൾഡ്. By mining, mobs will now spawn when you mine, especially TNT ocean level XP 20. രാത്രി ആവണ്ടെന്നുള്ള ഡൗട്ട്. പക്ഷെ എന്തായാലും TNT സ്പോൺ ആവുന്നത് നമുക്ക് ഈ ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റിയേക്കാം. പക്ഷെ എവിടെ പൊട്ടിച്ചാലും ആ ഒരു ബ്ലോക്കിൽ തന്നെ പോകണം, എല്ലാ ബ്ലോക്കും. ആ ബ്ലോക്ക് പറന്നു. ഇപ്പോഴത്തെ ബ്ലോക്കും പൊട്ടിക്കാം. ഓക്കെ, എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി പൊട്ടിച്ചറിയാക്കാം. ഓക്കെ, അതെല്ലാം കിട്ടി. കുറച്ച് നീങ്ങി എന്നിട്ട് ചെയ്യാം. ഇതെന്താ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഓൾസിനൊക്കെ ഔട്ട്ലൈനും ചെറിയൊരു ഗ്ലോയിങ് എഫക്റ്റൊക്കെ കാണിക്കണതാണ്. ഒരു പൂച്ച. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ ഇവിടെ വെച്ചേക്കാം. കുറച്ച് നീക്കറ്റൊക്കെ എങ്ങനെ TNT വന്നാൽ ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കിയേക്കാം. സോംബി അതുപോലെ കൂളല്ലത്. സ്പൈഡർ. ഓക്കെ, ലോഗ് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. TNT സ്പോണാവും. ആദ്യം പറഞ്ഞ TNT ഒക്കെ സ്പോണാവും. ലോഗ് പ്ലാങ്ക് ആക്കിയേക്കാം. അതിന് സ്റ്റിക്കാക്കാം. ഈ സ്റ്റിക്ക് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. അതാണ് നല്ലത്, ടോർച്ച് തന്നെ ഉണ്ടാക്കാം. ടോർച്ച് തന്നെ ഉണ്ടാക്കാനെങ്കിൽ
ഐസ് സ്റ്റിക്കാക്കി നേരെ ടോർച്ച് ഉണ്ടെങ്കിൽ 4 ടോർച്ച് കിട്ടിയിട്ടുണ്ട് ടോർച്ച് നോക്കി ഈ 2 സൈഡിലും വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം, ഇപ്പുറത്തൊരെണ്ണം. ഓക്കെ, ഇപ്പോൾ വെട്ടോക്കുണ്ട്. നിങ്ങളുടെ നീങ്ങി ഇന്ന് ബ്ലോക്ക് ഒട്ടിക്കുക. സില്ലോ ഫിഷ് അടിച്ചപ്പോഴേക്കും ഇത് പോയി കേട്ടോ, പിക്കാക്സ് പൊട്ടിപ്പോയി. ഐസിൽ 13 ഡേർട്ടുണ്ട്. നമുക്ക് TNTയുടെ ഇമ്പാക്റ്റാണ് തെറിച്ചു പോകാതിരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് തീർന്നുപോയി, ഡേർട്ട് തീർന്നുപോയി. ഇത് നമുക്ക് കുറച്ചും കൂടി മൈൻഡ് ചെയ്യാം. അതായ ഓടി ഞാൻ പറഞ്ഞില്ലേ TNTയുടെ ഭാഗ്യത്തിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ തെറിച്ചു പോയാൽ ഒരയൺ കിട്ടുള്ളൂ. ഒരു ഫർണസ് ഉണ്ടാക്കിയേക്കാം. ഒരു ക്യാമ്പ് ഫയറും കൂടി ഉണ്ടാക്കിയാലോ? ആണോ? ഈ സ്കൂൾ ബ്ലോക്ക് ഉണ്ട് തിളങ്ങണത്. ആദ്യം കൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ഞാൻ പറഞ്ഞ അറോറ കണ്ട ചെറിയ അറോറ കൂട്ടുവന്നില്ലേ, അതാണ് ഐസ്. ചിക്കൻ പോയി, അത് ഞാൻ അടിച്ചാലോ? ഐസ് നമുക്കൊന്ന് താഴത്തോട്ട് ചാടി വെക്കാം. 2 ട്രൈ ഉള്ളു. ഫസ്റ്റ് ട്രൈ നടന്നില്ല, സെക്കൻഡ് ട്രൈ നടക്കുമെന്ന് നോക്കാം. നടന്നില്ലെങ്കിൽ ഇടാം. ഓക്കെ, പിന്നെ അകത്ത് പാർക്കൂർ. നമുക്ക് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാമല്ലോ? ഓക്കെ, ക്യാമ്പ് ഫയർ അപ്പുറത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഒരു പാർക്കൂർ. ഇതിൽ അയൺ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് ഫർണസിൽ തന്നെ അയൺ എന്നിട്ട് സ്മെൽറ്റ് ചെയ്യാം. ലോഗ് വെക്കാം, അയണും വെക്കാം. കുറച്ചുകൂടി നീങ്ങിയൊക്കെ സോംബി ഗോൾഡ് ഇതും വെച്ച് മൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ചിക്കനെങ്കിലും പിടിക്കണം. പക്ഷെ എന്നിട്ട് ആ ചിക്കൻ ഞാൻ മീറ്റ് കിട്ടിയില്ലല്ലോ. പോയി പാർക്കോർ. ഇപ്പം തന്നെ വീഡിയോ 13 മിനിറ്റായി. ഓക്കെ, അയ്യണപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു സോംബി, എന്നിട്ടാ സോംബി വില്ലേജർ. സോംബി വില്ലേജർ വന്ന സോംബിഫൈഡ് വില്ലേജർ അത് വന്നത്. ഒരു ഹോഴ്സ് അതൊക്കെ കളയാൻ അയൺ പാർക്കോർ. അടുത്ത പാർക്കോർ. ഓക്കെ, നമുക്കത് റോയന അവിടെ വെച്ചേക്കാം. രാവിലെ ആവുന്നുണ്ട്. ചിപ്പ് എന്താ പോഷൻ ഓഫ് പോയിസണർ. ഇന്നത്തെ വിറ്റൊന്നും ചെയ്യാനല്ലോ. ഇതാ പന്നീനെയും കിട്ടിയില്ല. പാർക്കോർ. നമുക്കൊരു ബ്ലോക്കും കൂടി അവിടെ വെക്കാം. ഇത് ഇനിയും പാർക്കോർ ചെയ്യാൻ വീഴും. ഓക്കെ, അതും കംപ്ലീറ്റ്. ബ്ലോക്കുണ്ട്. 14 മിനിറ്റ് ആയിട്ടാ. 1 മിനിറ്റും കൂടി മതിയെന്നാണ് തോന്നുന്ന വീഡിയോ. ഓക്കെ, വീഡിയോ എൻ്റെ സമയമായി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്കിന്ന്
ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, അത് ശരിയാക്കാം. നമുക്ക് വേറൊരു സ്കിൻ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ മോസ്റ്റ് ഇതിലുള്ളത്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.